പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി നടപ്പിലാക്കാൻ തീരുമാനിച്ച പുനലൂർ ബൈപ്പാസ് അലൈൻമെന്റിന് തത്വത്തിൽ അംഗീകാരം. പുനലൂർ എം.എൽ.എ. പി.എസ്. സുബാൽ കഴിഞ്ഞ ഫെബ്രുവരി 8-ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ച് പ്രോജക്ട് പ്രൊപ്പോസലിൽ ചൈതന്യ കൺസൾട്ടൻസി തയ്യാറാക്കിയ പരിഗണിക്കാവുന്ന 4 സമാന്തര അലൈൻമെന്റുകളുടെ അംഗീകാരത്തിനു വേണ്ടിയുള്ള റിവ്യൂ മീറ്റിംഗ് കൊല്ലം കളക്ട്രേറ്റിൽ വെച്ചാണ് ചേർന്നത്. യോഗത്തിൽ പുനലൂർ പൈനാപ്പിൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഇടമൺ 34-ന് 100 മീറ്റർ മുമ്പ് അവസാനിക്കുന്ന നിലയിലുള്ള അലൈൻമെന്റിനാണ് യോഗം അംഗീകാരം നൽകിയത്. 12 കിലോമീറ്റർ നീളത്തിൽ 45 മീറ്റർ വീതിയിൽ തയ്യാറാക്കിയ പ്രപ്പോസൽ ദേശീയപാതയുടെ പ്രത്യേക സ്കീമിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിന് യോഗം തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് KSEB, വാട്ടർ അതോറിറ്റി, ദേശീയപാത അതോറിറ്റി തുടങ്ങിയ ഉദ്യോഗസ്ഥതല സംയുക്ത യോഗം കളക്ടറുടെ ചേംബറിൽ ഉടൻ വിളിച്ചു ചേർക്കുന്നതിനും ധാരണയായി. അംഗീകാരം ലഭിച്ച അലൈൻമെന്റ് അനുസരിച്ചുള്ള വിശദമായ പദ്ധതി രേഖ 2 ആഴ്ചയ്ക്കുള്ളിൽ തയ്യാറാക്കി സമർപ്പിക്കുമെന്ന് NHAI പ്രോജക്ട് ഡയറക്ടർ ബിപിൻ മധു അറിയിച്ചു. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ റിലീഫായിട്ടുള്ള വാളക്കോട് മേൽപ്പാലത്തിന് റെയിൽവേയുടെ GAD അപ്രൂവൽ ലഭിച്ചിരുന്നു. മേൽപ്പാലം മതിയായ രീതിയിൽ ഇരുവശത്തു നിന്നും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്ന നിലയിൽ മതിയായ വീതിയിൽ നിർമ്മിക്കുന്നതിന് തയ്യാറാക്കി സമർപ്പിച്ചിരുന്ന പദ്ധതിയിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകണമെന്ന് MLA ആവശ്യപ്പെട്ടു. പ്രസ്തുത ആവശ്യം ഒരു പ്രത്യേക പദ്ധതിയായി പരിഗണിക്കാമെന്ന് ദേശീയപാത അധികൃതർ വ്യക്തമാക്കി. പുനലൂർ നിയോജക മണ്ഡലത്തിലെ പുനലൂർ മുതൽ പ്ലാച്ചേരി, കലയനാട്, വാളക്കോട് തുടങ്ങി ദേശീയപാത കടന്നുപോകുന്ന വിവിധ ഇടങ്ങളിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് അപകട മേഖലയായി കണ്ടെത്തിയ 13 ബ്ലാക്ക് സ്പോട്ട് ഇടങ്ങളിൽ അധിക സുരക്ഷയ്ക്കായി MLAയുടെ നിർദ്ദേശപ്രകാരം PWD NH തയ്യാറാക്കി സമർപ്പിച്ച 13 എസ്റ്റിമേറ്റിൽ മേൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അനുമതി നൽകുമെന്ന് ദേശീയപാത അധികൃതർ വ്യക്തമാക്കി. NH 744-ൽ പൈനാപ്പിൾ ജംഗ്ഷനും കോളേജ് ജംഗ്ഷനും ഇടയിൽ ആരംഭിച്ച് തൊളിക്കോട് ജംഗ്ഷനിൽ മലയോര ഹൈവേ മറികടന്ന് NH 744-ലെ ഇടമൺ ജംഗ്ഷനിലേക്കും ആകെ 12 കിലോമീറ്റർ നീളത്തിൽ 45 മീറ്റർ വീതിയിൽ 4 വരിയായി നിർമ്മിക്കാനുള്ള നിലയിലാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് പ്രപ്പോസൽ. ഏകദേശം 55 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനും നിർമ്മാണത്തിനുമായി 500 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. യോഗത്തിൽ പുനലൂർ MLA PS സുബാൽ, NK പ്രേമചന്ദ്രൻ MP, ജില്ലാ കളക്ടർ N ദേവിദാസ്, K ശശിധരൻ, NHA പ്രോജക്ട് ഡയറക്ടർ വിപിൻ മധു, കോർഡിനേറ്റർ സലീം, PWD NH വകുപ്പുകളിലെ വിവിധ ഉദ്യോഗസ്ഥർ, കൺസൾട്ടൻസിയുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.